ഒരു വിടുതൽ ഈ വിഷയത്തിൽ ഇല്ലെന്ന് തോന്നുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ദൈവം തൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലത് ബാബിലോണിയ പ്രവാസത്തിൽ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. നമുക്കറിയാം നെഹമ്യാവ് അവന്റെ മനസ്സ് ഭാരത്താൽ ഇരിക്കുമ്പോൾ രാജാവ് അവരോട് ചോദിക്കുന്നുണ്ട്, മനോവേദന നിമിത്തമാ രാജാവേ എൻ്റെ ഹൃദയം പിടയുകയാ. കാരണം എന്തെന്നറിയാമോ? ഇവിടെ ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരിക്കുമ്പോൾ അങ്ങ് ജെറുസലേമിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആലയം ഇതാ തകർന്നും നിലം പരിശയായി കിടക്കുകയ, ആത്മികാരാധന വെളിപ്പെടാതെ കിടക്കുകയ. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? പ്രവാസത്തിലായിരിക്കുമ്പോഴും കൈകാലുകൾ ബന്ധിച്ച പോലെ ആയിരിക്കുമ്പോഴും ഉള്ളം കൊണ്ട് തുടിക്കുന്ന ചിലത് പ്രവാസത്തിനകത്തു മതി. ദൈവം ചിലത് സ്വപ്നം കാണുന്നത് പോലെ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാ. ഈ പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ കൈകാലുകൾ കെട്ടട്ടെ, നിന്റെ രോഗത്തിന്റെ അവസ്ഥയിലാക്കി തീർക്കട്ടെ, നിന്നെ തളർത്തി കളയട്ടെ, നിന്റെ മനസ്സിനെ കുഴിപ്പിക്കുന്ന പ്രതിസന്ധികൾ കയറി വരട്ടെ. അതിനെ അകത്തും ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നെഹമ്യാവ് മതി. ദൈവം രാജാവിന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ദൈവമാ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.